വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അതായത് ജർമ്മനിലെ നമ്മുടെ എംബസി വണ്ടിയായിരുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം. ഇന്ത്യയിലെ ഈ ഒരു വണ്ടി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ട് നമുക്ക് എൻ്റെ ഫുള്ള് സംഭവം കണ്ടു നോക്കാം. BMW 7 സീരീസിനൊക്കെ വരാറുണ്ട് ഒരു കാർ ബ്ലാക്ക് ബോക്സ് എന്നൊക്കെ പറയുന്ന പോലെ സംഭവമാണ്. 1-2 വർഷം എഴുതിന് മുകളിൽ എന്തായാലും വണ്ടി അബാൻഡഡ് ആയിട്ട്, അതായത് വെറും മഴയത്തൊക്കെ ചെടി പിടിച്ച് കിടന്നിട്ട്. ഐ എം ഷുവർ ദാറ്റ് യു വിൽ ബി ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഈ വണ്ടി എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്ക് പരിചയം ഉണ്ടാവും. നമ്മുടെ മുംബൈയിൽ കണ്ടിട്ടുള്ള നമ്മുടെ Volvo 960 ആണ്. അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി വാങ്ങി കേട്ടോ. അപ്പോൾ വണ്ടി വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. 1996 സ്വീഡനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഈ ഒരു വണ്ടി കേട്ടോ. അന്ന് സ്വീഡനിൽ ഇമ്പോർട്ട് ചെയ്ത ഒരു CBU യൂണിറ്റ് ആണ്. എന്താ പറയുക, നമ്മുടെ ജർമ്മൻ കോൺസുലേറ്റിന്, അതായത് ജർമ്മനിലെ നമ്മുടെ എംബസി വണ്ടിയായിരുന്നു. അതിന് ശേഷം എന്താ പറയുക രജിസ്ട്രേഷനോട് മാറി. രജിസ്ട്രേഷൻ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് എന്താ പറയുക പ്രത്യേകതയുള്ള വണ്ടി ഇന്ത്യയിലെ ഈ ഒരു വണ്ടി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ അറിയണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വണ്ടി വോൾവോ എന്നായതുകൊണ്ട്, വോൾവോ എനിക്ക് എന്താ പറയുക ഓൾവേസ് ഒരു പേഴ്സണൽ ഫേവറേറ്റ് വണ്ടിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വോൾവോ വാങ്ങാനും ഇതിൻ്റെ ഓണറെ തപ്പിപ്പിടിച്ച് എന്താ പറയുക ഒരുപാട് താങ്ക്സ് ആയിരുന്നു നമ്മൾ അർജുൻ കേസിയുടെ താങ്കം. കേസി എനിക്ക് ഞാനത് പറഞ്ഞതിന് ശേഷം ഒരു 2-3-4 ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ഓണറിൻ്റെ നമ്പർ എനിക്ക് ഒപ്പിച്ചു തന്നു. പിന്നെ ഓണറിനെ വിളിച്ചു, ഓണറിൻ്റെ കയ്യും കാലും പിടിച്ച് അവസാനം അത് ഓണറുടെ ഫ്രണ്ടായിരുന്നു. ഓണർ പുറത്ത് വിദേശത്താണുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഞാൻ വാങ്ങിയത്. അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലടക്കം കുറേ വീഡിയോസ് ഇല്ലാണ്ടിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വണ്ടിയുടെ പുറകെയായിരുന്നു. അപ്പോൾ ഈ വണ്ടി വാങ്ങിയ ശേഷം ഞാൻ ഈ വണ്ടിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ച സമയത്താണ് എനിക്ക് മനസ്സിലായത് നമ്മളിപ്പോൾ ഉള്ള വണ്ടി ഇപ്പോൾ അതായത് സഡൻലി ഇറങ്ങുന്ന പല എന്താ പറയുക പ്രീമിയം വണ്ടികളിൽ പോലും ഇല്ലാത്ത പല സ്പെക്കും ഈ വണ്ടിയിലുണ്ട്. സോ ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ വോൾവോൻ്റെ ഒരു വലിയ, അതായത് വോൾവോൻ്റെ ഐഡൻറ്റിറ്റിക്കലായിട്ടുള്ള ആ ഒരു ഗ്രില്ലിൽ വോൾവോ എന്നെതിൻ്റെ ഒരു ക്രോസ് ബാർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു വലിയ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഈ ഹെഡ്ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ ഒരു സംഭവം കൊണ്ട് ഈ സംഭവങ്ങൾ മാത്രം ജസ്റ്റ് പുഷ് ചെയ്യാൻ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് ജസ്റ്റ് പോപ്പപ്പ് ചെയ്ത് നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിന് ഒരു ആൻറ്റിന വന്നിട്ടുണ്ടായിരുന്നു. ഈ ആൻറ്റിന ആൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ആരോ എന്തോ വന്നിട്ട് തട്ടിക്കളഞ്ഞു കേട്ടോ. ഇവിടെ ഹെഡ്ലൈറ്റിന് വൈപ്പേഴ്സും വന്നിട്ടുണ്ട്. ആൻറ്റിന അല്ല സോറി, ഹെഡ്ലൈറ്റിന് വൈപ്പേഴ്സും വന്നിട്ടുണ്ട്. ബോണറ്റിനൊക്കെ നമുക്ക് ചെണ്ട കൊട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റിയാണ്. ചെണ്ട കൊട്ടാൻ പഠിക്കുന്ന ആൾക്കാരൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ മെയിൻ ഗ്ലാസ് വന്നിട്ട് ആരോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വണ്ടി അബാൻഡഡ് ആയിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ മേലേക്ക് വണ്ടി അബാൻഡഡ് ആയി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇൻറ്റീരിയേഴ്സും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ റിസ്റ്റോറേഷൻ ഏകദേശം സൂണാണ് കേട്ടോ. റിസ്റ്റോറേഷൻ ഓൺ പ്രോസസ് തന്നെയാണ്. അപ്പോൾ ഇനി ഡോറിൻ്റെ വശത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നല്ലൊരു ബോഡി ലൈനും കാര്യങ്ങളും കൊടുക്കാം കേട്ടോ. ബോഡി ലൈൻ എന്താ പറയുക ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നെക്സ്റ്റ് ലെവൽ. പിന്നെ അതേപോലെ തന്നെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലോഞ്ച് ടൈപ്പാണ് കേട്ടോ. സാധാരണ വണ്ടിക്കൊക്കെ ഈ ഒരു ഉണ്ടോ, ഈ ഒരു പാർട്ട് ഉണ്ടാവില്ല. ഇതിന് ശേഷമുള്ള പാർട്ട് ഇതൊരു ലോഞ്ച് ടൈപ്പാണ്. അത് സത്യം ഒരു ഡ്രൈവേഴ്സ് കാർ അല്ല, ഇതൊരു ഓണേഴ്സ് കാർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഓണർ എന്താ പറയുക ബാക്കിലാണ് ഇരിക്കുക. അപ്പോൾ ഇനി നേരെ നമുക്ക് ഡോർ കൊടുക്കാം അല്ലേ. ഡോർ തുറന്നിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു കേട്ടോ. ഇതുണ്ടോ, ഡോർ തുറന്നടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഡോർ പാനലിലോട്ട് വരും അല്ലേ. ഡോർ പാനലിലോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സംഭവം ലോക്ക്, അതേപോലെ പവർ വിൻഡോ, ഈ 2 മിറേഴ്സും അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ, എല്ലാ സംഭവങ്ങളും അന്ന് തന്നെ ഫുള്ളി ഇലക്ട്രോണിക്കലായിട്ടുണ്ട്. പിന്നെ നേരെ ഒന്ന് ഇങ്ങോട്ട് വന്ന് സീറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സീറ്റിൻ്റെ മെമ്മറി സിസ്റ്റംസ് ഉണ്ടോ. ഇതൊക്കെ അതായത് മെമ്മറി സത്യം പറഞ്ഞാൽ ഇപ്പോഴും പല വണ്ടികൾക്കും 2 മെമ്മറിയാണ് വന്നിട്ടുള്ളത്. അന്ന് തന്നെ 3 മെമ്മറി വന്നിട്ടുണ്ട്. പിന്നെ അത് ഇലക്ട്രോണിക്കലി സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ രീതിയിലും ടിൽറ്റ് വരെ ചെയ്യാൻ പറ്റും. എല്ലാ രീതിയിലും സീറ്റ് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എയർ ബാഗ്, അതായത് 1996 എയർ ബാഗ് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അത് എയർ ബാഗ് മാത്രമല്ല, പിന്നെ അതൊക്കെ പോട്ടെ, അന്ന് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് ഈ വണ്ടിയിൽ കേട്ടോ. അന്നത്തെ കാലത്ത് എന്താ പറയുക ഇതിൻ്റെ ഈ ഒരു ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഈ ഒരു ലിവർ നോക്കുകയാണെങ്കിൽ റെസ്യൂം ഓൺ ഓഫ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിവർ അതിൻ്റെ ക്രൂയിസ് കൺട്രോളിൻ്റെ ലിവറാണ്. അതും കൂടാതെ എന്താ പറയുക ഇനി ഞാൻ കാണിച്ചാൽ അതിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നേരെ എൻ്റെ മേലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൺറൂഫ് കാണാം. അതൊരു അടിപൊളി സൺറൂഫാണ്. ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്താ പറയുക ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കേട്ടോ. അത് സത്യം പറഞ്ഞാൽ അന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴും എന്താ പറയുക AC യിലും ഓട്ടോമാറ്റിക് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം. പിന്നെ ഒരുപാട് സ്വിച്ചസ് കാണാം. ഇതൊന്ന് പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇതൊന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ WSE എന്ന് കാണാം കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് എനിക്ക് തോന്നുന്നത് സ്പോർട്സ് മോഡും എക്കണോമിയാണ്. W എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ആണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരണം. പിന്നെ ഡീഫോഗർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കിട്ടും. ഇപ്പോഴും ഞാനത് മൊത്തത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കാൻ പറ്റില്ല, അത്രത്തോളം ഫീച്ചേഴ്സ് വന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടി അന്ന് എന്താ പറയുക
ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി, അതായത് കോൺസുലേറ്റിൻ്റെ വണ്ടിയൊക്കെ ആകുമ്പോൾ എപ്പോഴും സേഫ്റ്റി എന്താ പറയുക ഭയങ്കര പ്രയോറിറ്റി ആയി. അതുകൊണ്ടാണ് ഇന്ത്യയിലൊരു വണ്ടി പോരാതെ പുറത്തുനിന്ന് ഒരു വണ്ടി ഇമ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സേഫ്റ്റി ഫീച്ചേഴ്സും അതുപോലെ തന്നെ പ്രൈവസി ഫീച്ചേഴ്സും ആയിട്ടുള്ള എന്താ പറയുക ഒരു എന്താ കണ്ടോ, ഈ ഒരു സൺഷെയ്ഡ് ഉണ്ടോ, ഈ ഒരു ഷെയ്ഡ് വരെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പവർ വിൻഡോൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് റിസ്റ്റോർ ചെയ്തിട്ടില്ല, ഒരുപാട് ഇനിയും പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2 പേര് ഹാപ്പി ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ വണ്ടി കേട്ടോ. 2 പേർക്ക് എന്താ ലെഗ് സ്പേസ് എന്നുണ്ടോ, ഇതിൻ്റെ ലെഗ് സ്പേസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉണ്ടോ. ലോഞ്ചാന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലെഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം അതിൻ്റെ ഡ്രൈവറിലൊക്കെ ഇരിക്കാതെ നമ്മളിങ്ങനെ ഇരിക്കാം. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോലും ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈവൻ ദോ ഈ സീറ്റ് സത്യം പറഞ്ഞാൽ ബാക്കിലോട്ടാണ് ഇട്ടിട്ടുള്ളത്, ഇനി മുന്നിൽ ഒരുപാട് സ്ഥലം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹാൻഡ് റെസ്റ്റ് ഇതുപോലെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഇങ്ങനെ ആക്കാം, പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് നശിപ്പിക്കുന്നില്ല, കാരണം റെസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം ഒറിജിനൽ പാർട്സ് തന്നെ വേണം. പിന്നെ അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഡോറിലും പിന്നെ ഫ്രണ്ടിലും മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ഒന്ന് ഇപ്പോൾ ഉള്ള വണ്ടികളിൽ പോലും ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം ഇവിടെ ഉണ്ട്, പിന്നെ ഡാഷ് ബോർഡിൽ 2 സൈഡിലും ഡാഷ് ബോർഡിലുണ്ട്, പിന്നെ എല്ലാ ഡോർസിലും ഉണ്ട്, പോരാത്തതിന് പിന്നിലും. ഈ ഒരു അലോയ് വീൽ കണ്ടോ, ഈ ഒരു അലോയ് വീൽസ് അന്ന് തന്നെ വന്നിട്ടുണ്ട്. 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതും ജസ്റ്റ് നമ്മൾ കാറ്റടിച്ചിട്ടേ ഉള്ളൂ. ഇതൊന്നും പോരാത്തതിന് ഏകദേശം നല്ല ഒരു വർഷം, ഒരു 1-2 വർഷം ഇതിന് മുകളിൽ എന്തായാലും വണ്ടി അബാൻഡഡ് ആയിട്ട്, അതായത് വെറും മഴയത്തൊക്കെ ചെളി പിടിച്ച് കിടന്നിട്ട്, എന്നിട്ടും ഈ ബോഡിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും ഈ ബോഡി ഭയങ്കര സേഫാണ്, ഒരു പ്രശ്നമില്ലാതിരിക്കുന്നു. പിന്നെ അതേപോലെ ഈ ബോഡിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പീസാണ്. അതായത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഡിക്കി ഒന്ന് തുറന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് പെട്ടെന്ന് വെൽഡിങ് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് ഇതിൻ്റെ ഡിക്കി. BMW 7 സീരീസിനൊക്കെ വരാറുണ്ട് ഒരു കാർ ബ്ലാക്ക് ബോക്സ് എന്നൊക്കെ പറയുന്ന പോലൊരു സംഭവമാണ്. കുറച്ച് കൂടുതൽ പഠിച്ചില്ല. ഇപ്പോൾ ഈ സൈഡിലോട്ട് വരും. ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, സാധാരണ വണ്ടികളിലൊക്കെ വെൽഡിങ് കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെങ്കിലും കേട്ടോ, ഈ ഒരു ലൈനിങ് ഉണ്ടോ, ഇതൊക്കെ സെയിം തന്നെ ഒറ്റ ഷീറ്റിൽ, അതായത് ബെൻഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. പിന്നെ ഒന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ലൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ, അത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് ഈ ബോഡി ഫുള്ള് സിംഗിൾ ഷീറ്റഡ് ബോഡിയാണ് കേട്ടോ. സിംഗിൾ ഷീറ്റഡ് ബോഡിയിലൊക്കെ അന്നൊരു വണ്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇന്ന് പോലും എന്താ പറയുക, എനിക്ക് തോന്നുന്നില്ല അധികം വണ്ടികൾ സിംഗിൾ ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റെപ്പിനി വന്നിട്ടുള്ളതിൻ്റെ നേരെ അടിയിലാണ്. ഈ ഒരു ഏരിയയിലോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിനിയാണ്, അതും ഫ്രഷ് സ്റ്റെപ്പിനിയാണ് കേട്ടോ. പിന്നെ അന്നും നമ്പർ പ്ലേറ്റിന് എന്താ പറയുക ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്പർ പ്ലേറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതുണ്ടോ, ആ ഒരു സൗണ്ട് ഉണ്ടോ. ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓഡി A6-ൻ്റെ ഒക്കെ ബൂട്ട് സ്പൂട്ട് സ്പേസ് തുറന്നു കഴിഞ്ഞാൽ കിട്ടുന്ന അതേ ഫീലുള്ള ഒരു സൗണ്ടാണ് കേട്ടോ ഇപ്പോഴും എനിക്ക് എന്താ പറയുക ഈ ഒരു സംഭവത്തിൽ കിട്ടുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്യാം. പിന്നെ ഈ പ്രൈവസിയുടെ കാര്യമായിട്ട് ഞാനൊരു കാര്യം പറയാൻ മറന്നു. നിങ്ങൾ ബാക്കിൽ തന്നെ ഫോക്കസ് ചെയ്തോളൂ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ ഉള്ളിലും, അതായത് ഡിക്കി സൈഡിലും നിങ്ങൾക്ക് ഈ ഒരു സാധനം കാണാം കേട്ടോ. പ്രൈവസിയുടെ ഭാഗമായിട്ട് കണ്ടോ ഷെയ്ഡ് കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തുള്ള ഒരു എസ് ക്ലാസ് ആണത്. കാരണം എസ് ക്ലാസ്സിലുള്ള ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിലുണ്ട് കേട്ടോ. അന്നത്തെ കാലത്ത് സത്യം നമ്മളൊക്കെ എസ് ക്ലാസ്സിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ളത് അല്ലേ. അതേപോലെ എസ് ക്ലാസ്സിലുള്ള എല്ലാവിധ ഫീച്ചേഴ്സും ഇതിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എൻജിൻ വൈസ് പറഞ്ഞിട്ടില്ല അല്ലേ. ദിസ് ഇസ് ഓൾസോ ഹൈഡ്രോളിക് കണ്ടോ. ഇതും ഹൈഡ്രോളിക് ആണ്. സാധാരണ നമ്മളൊക്കെ ഇപ്പം അല്ല ചില പ്രീമിയം വണ്ടികളിൽ വരെ നമ്മളിങ്ങനെ നോക്കി കോലൊക്കെ വെക്കേണ്ടി വരും. പക്ഷേ ഇതിന് അതിൻ്റെ യാതൊരു ആവശ്യമില്ല. നമ്മൾ അന്ന് തന്നെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ റീസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതൊക്കെ തുറന്നിട്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് നോക്കണമല്ലോ ഏതൊക്കെ വേണം എന്നറിയാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 24 വാൾവാണ്. 24 വാൾവ് എന്താ പറയുക 6 സിലിണ്ടർ പെട്രോൾ 3 ലിറ്റർ എഞ്ചിനാണ്. പെട്രോൾ 3 ലിറ്റർ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് സംതിങ് നെക്സ്റ്റ് ലെവൽ ഗൈസ്. അപ്പോൾ അത്രത്തോളം ഫീച്ചേഴ്സ് ഈ വണ്ടിയിലുണ്ട്. പിന്നെ എന്താ പറയുക ഒരു വാക്വത്തിൻ്റെ സിസ്റ്റം, ഈ വാക്വത്തിൻ്റെ സിസ്റ്റം ഉണ്ട് കേട്ടോ. അത് എന്താ പറയുക, ഇത് വാക്വം സിസ്റ്റം ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതെന്താ പറയുക വണ്ടി നിർത്താത്തതിന് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുക പ്രൈവസി ആൻഡ് സേഫ്റ്റി ഭാഗത്തിനായിട്ട് ചെയ്തിട്ടുള്ള. അന്ന് ഈ വണ്ടിയിൽ സെൻട്രൽ ലോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ അത് അവിടെയും ഇവിടെയും പറയുന്നത് എന്താ പറയുക, എനിക്കിത് പറഞ്ഞ തീരണ്ടേ, അത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ട്. വോൾവോ ഗാർഡ് ആന്റി തെഫ്റ്റ് ഡിറ്ററന്റ്. ഗ്ലാസ് ബ്രേക്ക് സെൻസർ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അടുത്ത സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്.
യാതൊരു കാര്യം അറിയാതെയാണ് ഞാൻ ഈ വണ്ടി പർച്ചേസ് ചെയ്തത്. പർച്ചേസ് ചെയ്തതിന് ശേഷം എനിക്ക് എന്താ വെച്ചാൽ ഈ ഒരു വിൻറ്റേജ് കാറിനോടുള്ള ക്രൈസ് നിങ്ങൾക്കറിയാം. എൻ്റെ ഒരു എന്താ പറയുക അംബാസഡറിൻ്റെ മാർക്കോൺ അത് സംഭവങ്ങളൊക്കെ ഉണ്ട്. വിൻറ്റേജ് ഒരുവിധം ചെയ്തൊക്കെ വെസ്പ ഉള്ള ഒരുപാട് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. കളക്ഷൻസ് ഇൻസ്റ്റാ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കളക്ഷൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വണ്ടികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കളക്ഷനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വണ്ടി വാങ്ങിയത്. ഇത് റീസ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് അറിയുന്നില്ല. എനിക്കിത് വാങ്ങണം, എങ്ങനെയെങ്കിലും ഇത് വാങ്ങണം എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സംഭവത്തിനൊക്കെ ശേഷം എന്നെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ കാർ ഡോക്ടർ സെയിമാണ്. കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആളെടുത്താണ് ഞാൻ വന്നേക്കണം. ഏകദേശം ഒരു 4 months ഉള്ളിൽ വണ്ടി ഫുള്ളി റീസ്റ്റോറേഷൻ കഴിഞ്ഞ് ന്യൂ പെയിൻറ്റിങ്, അതായത് വണ്ടി കമ്പനിയിൽ നിന്ന് എങ്ങനെയാണോ ഇറങ്ങിയത് അതേപോലെ ആയിരിക്കും. കാരണം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഓരോ നോർമൽ എന്താ പറയുക, ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളോ 3D പ്രിൻറ്റഡോ അങ്ങനത്തെ യാതൊരു സംഭവമില്ല. എല്ലാം വോൾവോൻ്റെ ഒറിജിനൽ സാധനങ്ങളാണ്. വോൾവോൻ്റെ ഒറിജിനൽ സാധനങ്ങളാണ് കേട്ടോ. അതേപോലെ വോൾവോൻ്റെ ഒറിജിനൽ എന്താ പറയുക സെൻട്രൽ ലോക്ക് സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം അതൊക്കെ സ്റ്റിൽ ഒറിജിനലാണ്. അപ്പോൾ ഈ വണ്ടി എന്താ പറയുക കുറച്ച് പഴകിയതുകൊണ്ടും ചെറിയ സംഭവങ്ങൾ എന്താ പറയുക ഇതിൻ്റെ മുന്നുള്ള ഓണർക്ക് അതായത് ഇത് കോൺസുലേറ്റിന് ശേഷം ഒരാൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ഓണർക്ക് ഇതിൻ്റെ വാല്യൂ അറിയാത്തതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ വണ്ടി ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നതും എനിക്കിത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി ഇത് ഉള്ളിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ എനിക്ക് ഇനി ഫീച്ചേഴ്സ് കിട്ടും. അപ്പോൾ ഫീച്ചേഴ്സും കൊണ്ട് നിറഞ്ഞ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ വീഡിയോസും അതുപോലെ ഈ വണ്ടിയുടെ ബാക്കിയുള്ള ഒരുപാട് സംഭവങ്ങളും എന്താ പറയുക എൻ്റെ ചാനലിൽ വീണ്ടും വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ചെറിയ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റയിൽ റീൽസ് ആയിട്ട് ഞാൻ ഇടാറുണ്ട്. ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ താങ്ക് യു എന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് കിട്ടും. പിന്നെ അതേപോലെ വേറൊരു സംഭവം കൂടി കേട്ടോ, ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇതൊരു പോപ്പപ്പ് ആൻറ്റിനാണ്, ഓട്ടോമാറ്റിക് പോപ്പപ്പ്. അതായത് ചാവി ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ആൻറ്റിൻ്റെ മങ്ങി വരും. കണ്ടോ, അതാണ് പറഞ്ഞത് ഓരോ സൈഡിലെത്തുമ്പോൾ ഓരോ ഫീച്ചേഴ്സ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിഫോഗർ ഉണ്ട്, ബാക്കിൽ ഡിഫോഗർ ഉണ്ട്. വൈപ്പേഴ്സ് വന്നിട്ടില്ല ബാക്കിൽ. ഞാൻ വൈപ്പേഴ്സ് പൊട്ടിപ്പോയതാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. പൊട്ടിപ്പോയതല്ല, ബാക്കിൽ വൈപ്പേഴ്സ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സ്പെക്കുള്ള ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഇന്ന് ഞാൻ പറയുകയാണ്, ഞാൻ അവസാനിക്കുകയാണ്. വിൽ സീ യു സൂൺ വിത്ത് എ ന്യൂ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ. സൈനിങ് ഓഫ് വിത്ത് അഭിഷേക്.